നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു. മതമാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം. അങ്ങനെയായിരുന്നില്ല, അങ്ങനെയല്ല ലോകത്തിലെവിടെ. നിങ്ങൾ അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ചാൽ നിങ്ങളുടെ മതമേത് എന്ന് നോക്കില്ല. ഫ്രഞ്ച് പൗരത്വം, ഓസ്ട്രേലിയൻ പൗരത്വം, കനേഡിയൻ പൗരത്വം, ബ്രിട്ടീഷ് പൗരത്വം, ഏത് പൗരത്വത്തിന് അപേക്ഷിച്ചാലും മതം മാനദണ്ഡമല്ല. ഇന്ത്യയിലുമായിരുന്നു. എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പൗരത്വത്തിന്റെ മതം മാനദണ്ഡമായി മാറുന്നു. നമ്മുടെ സമീപസ്ഥ രാജ്യങ്ങളിൽ നിന്നും വിവിധ കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്തേക്ക് വരികയും ഇവിടെ തലമുറകളായി ജീവിക്കുകയും ചെയ്യുന്നു. അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അവരുടെ പൗരത്വത്തിനുള്ള അപേക്ഷ പരിശോധിച്ച് പൗരത്വം അനുവദിക്കുമ്പോൾ മാനദണ്ഡം മതം. മുസൽമാനാണോ? പൗരത്വമില്ല. നിങ്ങൾ മുസൽമാനല്ലേ എങ്കിൽ പൗരത്വത്തിന് അർഹത. ഇതാണ് ഒറ്റവാക്കി. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുക, അതാണ് CAA നിയമ ഭേദഗതിയുടെ കാതൽ. അതാണ് ഈ നിയമം വന്നപ്പോ നമ്മുടെ രാജ്യത്ത് എത്ര കോടി ആളുകൾ അരക്ഷിതാവസ്ഥയിലായി, ഭയാശങ്കയിലായി, തലമുറകളായി പറന്നു വീണ ഈ ജന്മദേശത്ത് നിന്ന് കയ്യിൽ പേറാൻ കഴിയുന്ന സാമഗ്രികളുമായി, ഒന്നോ രണ്ടോ ജോഡി വസ്ത്രങ്ങളുമായി രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് തങ്ങൾ എടുത്തെറിയപ്പെടുമോ എന്ന ആശങ്കയിൽ ഒരു ജനത കഴിയുന്ന സമയത്ത് ആശ്വാസമായി മാറിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം ഈ മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. എന്തൊരാശ്വാസമാണ് ആ പ്രഖ്യാപനം നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗത്തിന് പകർന്നു നൽകി. ആശങ്കയിൽ, അരക്ഷിതാവസ്ഥയിൽ ഈ നാട് വിട്ട് ഓടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. വംശങ്ങൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ കരുത്ത ദുർബലനെ ആക്രമിക്കുന്നു. അതിലും കൂട്ടി മരിച്ചു കിടക്കുന്ന ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ല? അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ തള്ളിക്കയറിയ ബോട്ട് കടലിൽ വെച്ച് തകർന്നപ്പോഴാണ് ആ ബോട്ടിലെ യാത്രക്കാരെല്ലാം കടലിൽ മുങ്ങി മരിച്ചു. ശാന്തമായി ഉറങ്ങുന്നത് പോലെ 3-4 വയസ്സുള്ള ഒരു പിഞ്ചുകുഞ്ഞ്, ആ പിഞ്ചുകുഞ്ഞ് കടൽ തീരത്ത് കിടക്കുകയാണ്. അവന്റെ മൃതശരീരം ഒരു തിര കടൽ തീരത്ത് എത്തിച്ചതാണ്. ആ ചിത്രം കണ്ടപ്പോഴാണ് ലോകം തേങ്ങിയത്. അതിനുശേഷമാണ് മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വേട്ടയാടി കൊല്ലപ്പെട്ട 100 കണക്കിന്